നമ്മളിപ്പോൾ പോയി ചായ കുടിച്ചിട്ട് കോഴിയും മേടിച്ച് പിന്നെ ഒരു ചപ്പാത്തിയും മേടിച്ചായിരുന്നു. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് 2-3 ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. തണുപ്പ് കാരണം നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ കോഴി ചപ്പാത്തി ഇവിടെ ഉണ്ട്. നമ്മൾ കോഴിയും ചപ്പാത്തി എടുത്തിട്ട് അങ്ങോട്ട് അവിടെ തീയിടുന്നുണ്ട്. അവിടെ പാല് ചേർക്കാൻ നമ്മൾ തീയിടുന്നുണ്ട്. ഗ്ലൗസ് പിടിച്ച് ഇതൊക്കെ പിടിച്ച് തീയിട്ട് കോഴി പൊരിക്കാനുള്ള ഇതൊക്കെ ചെയ്തു. കോഴിയൊക്കെ പൊരിച്ച് സെറ്റാക്കാം. ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. തീ ഇതുവരെ കത്തുന്നില്ല. തീ കത്തിയാണു. 150 കിലോമീറ്റർ സൈക്കിളിൽ വന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. സൈക്കിൾ വട്ടവട വരെ വന്നല്ലേ? തൃശ്ശൂരിൽ നിന്ന്. ഞാനും അതും കാര്യങ്ങളും പറഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അസിംഷ മേളിൽ പോയി അവര് വിളിക്കുന്നുണ്ട്. അസിംഷ അവിടെ ഉണ്ട്. ഇതാണ്ട് കോഴീനെയൊക്കെ അടുപ്പത്ത് വെച്ച് മസാല തരാൻ വേണ്ടി വെച്ചേക്കുക. അത് അവൻ്റെ ചാനൽ കാണിച്ചിരുവാണ്, അല്ല ഇൻസ്റ്റഗ്രാം കാണിച്ചിരുവാണ്. നമുക്ക് നോക്കാം. 1000 രൂപയാണ്. നമ്മളാണ്ട് 500 രൂപയ്ക്ക് തന്നു. അപ്പൊ റൂമിനെയും കാട്ടി എന്തുകൊണ്ട് വേണ്ടാ തീയൊക്കെ കത്തുന്നാണ്ടാ. റൂം കൊടുക്കാം. ആ റൂം എടുക്കാന്നൊക്കെ പറയണ്ട. അവനാണ് ഇവിടുത്തെ വീരൻ. ചേട്ടാ അല്ല ഇക്ക റൂം വേണമെങ്കിൽ റൂം കൊടുക്കാം. 9 നമ്മളില്ലാതാക്കി വന്നോണ്ട് അവനെ കാണാൻ പറ്റിയത്. അവനൊരു തൃശ്ശൂര്. അവിടുന്ന് സൈക്കിള് ഓട്ടി വട്ടവട ഇവിടെ വരെ വന്നു. അതാണ് അപ്പൻ്റെ ഒരു കഴിവ്. തൃശ്ശൂര് അവന്റെ വാപ്പ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇട്ടേക്കുക. അങ്ങനെ അവൻ സഹായിക്കാൻ വന്നതാ. യെസ് കൃഷിയുണ്ടോ അങ്ങത്? കൃഷിയുണ്ട്. അങ്ങനെ അവൻ സഹായിക്കാൻ വന്നതാ. ഇപ്പൊ 10 ദിവസത്തെ അവധി ഓണത്തിന്റെ. ഫുള്ള് പഠിത്തവൻ. ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി പാട്ടൊക്കെ ഇട്ടു. സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ ഇട്ട് നോക്കിയപ്പോ മഞ്ഞ് കാരണം വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുകയാണ്. അത് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി ഫയറിലിട്ടേക്കുക. ചിക്കൻ മസാല പിടിച്ച് നൈസായിട്ടിരിക്കുക. അതിൻ്റെ അടുത്ത് തീരും. വെളിച്ചെണ്ണ കുറെ ഒഴിച്ചുള്ളതല്ലേ? വെളിച്ചെണ്ണ വേണ്ട കേട്ടാ. വെളിച്ചെണ്ണ സീന അല്ല തിന്നായാലും വെളിച്ചെണ്ണ സീനല്ലേ? അങ്ങനല്ല, ശരിക്കും ഈ പാനില് വെളിച്ചെണ്ണ വേണ്ട. സ്പോയിൽ പേപ്പർ ഉണ്ടായാൽ അതിനകത്ത് അങ്ങ് ചുറ്റി തീയിലിട്ടാ മതിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ തീയിലോട്ട് വയ്ക്കാൻ പോകില്ലേ? കനലിടാമോ? അത് കനലിടാം. പിടിച്ചു നിൽക്കണ്ട വരും. പിടിച്ചു നിൽക്കണോ? അത് വിട്ടേക്ക്, കുഴപ്പമില്ല. ഈ കമ്പെടുത്ത് മാറ്റി. കനല് ചൂട് നല്ല അടിപൊളി വൈബാണ്. ഇവിടെ പാട്ടൊക്കെ ഇട്ട് മ്യൂസിക് തന്നെ. ഇവിടെ ഗസ്റ്റായിട്ട് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് തുടങ്ങിയിട്ട് 3 മാസം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ വരുമെങ്കിൽ വട്ടവട വരുമെങ്കിൽ ഇവിടെ വരാവും. കുറേ റൂമും AC റൂമും വലിയ റൂമും അതും ഇതൊക്കെ കാണും. പക്ഷേ വ്യൂ ഇല്ലയെന്ന് പറയുന്നില്ല. ഇവിടെയും അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ നമ്മളെ ചെറുക്കൻ ഫഹദെന്ന് പറയുന്നവനും ഫഹദെന്ന് പറയുന്നൊരു പയ്യനും അവൻ്റെ വാപ്പായി നടത്തുന്നൊരു സംഭവമാണിത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകുമായിരുന്നു, ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അവൻ്റെ ഒറ്റ വിളിയിലാണ് ഇവിടെ വന്ന് ഇപ്പം നിന്നത്. ഞാനും ഫഹദും കത്തിക്കാനുള്ള സാമഗ്രികൾ മേടിക്കാൻ ടൗൺ വരെ പോയിരുന്നു. വന്നു, നമ്മൾ പാട്ടിടുന്നു, കത്തിക്കുന്നു. നമ്മളിട്ട സാധനം അതെന്തരായെന്ന് നോക്കാം. വരുന്നുണ്ട്. വരുന്നാ എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നത്. ആയിട്ടില്ല അല്ലേ? ആയിട്ടില്ല ഒട്ടും ആയിട്ടില്ല. ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിന്ന് വന്ന അവരൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ചിലർക്കാരല്ല, കുറച്ച് സീനാണ്. അവിടെ എങ്ങനെ വരുന്നത്? 1200 അതിനകത്ത് എന്തൊക്കെ വരുന്നത്? 1500 ഒരു പാക്കേജ് ഉണ്ട്. അതില് 5 പേര് മാക്സിമം ഉണ്ട്. അത് നമുക്ക് ജീപ്പ് സഫാരി ഫ്രീ, പിന്നെ ഫുഡ്, ടീ ആൻഡ് സ്നാക്ക്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ. ഇത്ര വരുന്നുണ്ട് 1500 പെർ ഹെഡ്. 1500 ഇത്രയും അവര് സംഭവങ്ങൾ തരുന്നുണ്ട്. വട്ടവടക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫഹദാൻ ടീമിനെ
എല്ലാരും കാണുക. വട്ടവള തന്നെ വരുന്നുണ്ട്. ഒരു വട്ടം കണ്ടാലും കളക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ വഴി കാണിക്കുന്നൊരു എന്നെ പോലെ ഒരു പിള്ള കൈ കട്ടി അത് ഞാൻ തന്നെ ഇവൻ തന്നെയായിരിക്കും ഇവിടെ ഈ ഏരിയയിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അത് തന്നെ. ഏതൊരു പിള്ളേര് കാണിച്ച കൈ കാണിച്ച നിർത്തി കൊടുക്കണം. അപ്പോഴേ നോക്കിക്കോളാം ഇത് ഫഹദാണോ എന്ന്. അത് തന്നെ, വേറെ ആരില്ല. വേറെ ആരും ഫാസിലല്ലെന്നേ ഉള്ളൂ. പറയൂ, എന്താണ് തന്റെ വിഷമം പറയൂ. അവിടെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. അത് പറ്റത്തില്ല. ഇതാണ് ലൈനൊക്കെ ആയുള്ള പ്രശ്നം. ഭാഗ്യം. ഞാനും ഭാഗം സിംഗിളാണേ. ചാതേ ചിക്കനില് ഉപ്പുണ്ടാ നോക്കടാ. നമുക്ക് അതൊക്കെ നോക്കിയിരിക്കാം. അതെ, വിഷമം വന്നു. പക്ഷെ നമുക്ക് വിഷമം ചിക്ക് ഇതുവരായില്ല. സബീറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഫേക്ക് ഫ്രണ്ട് ഒന്ന് അടിച്ചിട്ടെങ്കിലും നമ്പനാണ് കേട്ടോ. അപ്പാവാ. ഹലോ അളിയാ, എന്തൊരു പരിപാടി? എവിടെ ഇരിക്കുന്നു? നമ്മളിവിടെ നിക്കുന്നേ, നാളെ വരും. അതെ, രണ്ടു വാക്ക് പറയടാ, എന്റെ ചങ്കാവാൻ. എന്താ വരാത്തെന്ന് വരി. ഇവ തൃശ്ശൂരാടാ, പക്ഷെ ഇവര് ഇവിടെ വന്ന് ഇങ്ങനെ സംഭവം കെട്ടിപ്പടുത്തിട്ടേക്കുവാ. അങ്ങനെ ഇവിടെ നിൽക്കുക കേട്ടോ, ഒടുക്കത്തെ തണുപ്പ്. ഞാനാണെങ്കിൽ 4 ഷർട്ടായിട്ടേക്കുന്നത്. അവന് കുറെ ഐഡിയ ഉണ്ട്. അതാ നമ്മുടെ ഫസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. രണ്ടാമത്തെ അറ്റംപ്റ്റ് അവിടെ കത്തിക്കൊണ്ടിരിക്കുക. കൂടെ ഫഹദും കത്തുന്നു. 1 2 3 കോഴി പൊരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ വേവും. നല്ല വലിയ പീസായിരുന്നു. എണ്ണയൊക്കെ മേടിച്ചല്ല, ഇവിടെ ഉണ്ടായിരുന്നു, മേടിച്ചല്ല. നമ്മളിപ്പോ കുറച്ച് ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ സെറ്റായി വെന്ത് ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി മേടിച്ചായിരുന്നു. ഇനി നമ്മൾ ചപ്പാത്തി ചുട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് കാട് കയറാൻ പോവാ. കൊടും കാട്. ചപ്പാത്തി ചുടാൻ വന്ന ഏരിയ ഇതാണ് നമ്മൾ ചപ്പാത്തി ചുടുന്ന ഏരിയ. ചെറുക്കൻ നമുക്ക് ചപ്പാത്തി ചുടാൻ പോയേക്കുവാണ്. നമുക്ക് അടുക്കള കാണാം. കിച്ചൺ സെറ്റ് ചെയ്യാണ്ട് പണി നടക്കുക. കിച്ചണിലെ പണി കഴിഞ്ഞിട്ടില്ല. ഇവിടെ വെച്ചാണ് നമ്മൾ ചപ്പാത്തി ചുടുന്നത്. ചപ്പാത്തി ചുടാൻ പോവാണ്. നീ ഏതാ വണ്ടി നീ ഇത് തങ്കനടാ. നമ്മളെ മുത്തുമണി നമുക്ക് ചപ്പാത്തി ചുടുന്ന കണ്ട നമ്മുടെ ചെറുക്ക ചപ്പാത്തി ചമ്മന്തിയും ഇപ്പോൾ സോസും നമുക്ക് തന്നിരിക്കുന്നു. അവിടെ ഫുള്ള് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സൗണ്ട് കേൾക്കാം. രക്ഷയില്ലാത്ത സൗണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഈ വെള്ളം എന്ന് പറയുമ്പം പാറ പൊട്ടി വരുന്ന വെള്ളമാണ്. പാറ ഉറവ എന്ന് പറയും. പാറ പൊട്ടി വരുന്ന നാച്ചുറൽ വെള്ളം. നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. പുറത്തെടുത്ത് വെച്ചിരുന്നത് വെള്ളം ഐസ് ടൈപ്പ് ചെയ്യും. നല്ല തണുപ്പ്. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് കാട് കയറാൻ വേണ്ടിയിരുന്നതാണ് ട്രക്കിങ്. പക്ഷേ ഇവൻ പറയുന്നത് വെച്ചാൽ ഇതിനു മുമ്പ് ട്രക്കിങ് പോയപ്പോഴെല്ലാം അവൻ്റെ കൂടെ ഒരു റോഡ് വീലർ ഡോഗ് ഉണ്ടായിരുന്നു. പ്രാവശ്യം അതില്ല. അവന് ചെറിയൊരു പേടി ഉണ്ട്. എന്നാലും വരാമെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു പേടി. റോഡ് വീലർ ഉണ്ടായിരുന്നെങ്കിൽ പകുതി അവൻ നോക്കിക്കോളായിരുന്നു എന്തെങ്കിലും പറ്റിയാൽ. ഇതിപ്പോൾ നമ്മൾ 3 ഒറ്റയ്ക്കായി പോകും കാട്ടിനുള്ളിൽ. അതുകൊണ്ട് ക്യാൻസൽ. നമുക്ക് അടുത്ത പ്രാവശ്യം റോഡ് വീലറിനെ കൊണ്ടുവരാം. ഞങ്ങൾ ട്രക്കിങ് പോകാൻ വേണ്ടിയിരുന്നതാണ്. പക്ഷേ ഒരു പട്ടിയില്ലെന്ന്. അതിൻ്റെ റോഡ് വീലർ ഇല്ലെന്ന്. റോഡ് വീലർ ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. പോവാം. അവൻ ഓക്കെ, അവൻ റെഡിയാ. ഇപ്പോൾ ആണെങ്കിലും അവൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊരു പേടി. പട്ടി ഉണ്ടായിരുന്ന ഒരു ധൈര്യമായിരുന്നു.
എന്തെങ്കിലും അഥവാ കാടല്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ പട്ടി പ്രൊട്ടക്ട് ചെയ്തേനെ. ഇതിപ്പോൾ അതുമില്ല. ഇനി നമ്മൾ കുറച്ച് നേരം വേണമെങ്കിൽ അവിടെ തീ കത്തിച്ചിരിക്കുക, അല്ലെങ്കിൽ ടെൻറ്റിൽ കയറി കിടന്നുറങ്ങാം. ടെൻറ്റുണ്ട്, പിന്നെ മഡ് ഹൗസ് ഉണ്ട്. നമ്മളിനിപ്പോൾ രാവിലെ പോകാൻ വേണ്ടി ഇരിക്കില്ല. അപ്പോൾ ക്ഷീണം ഉണ്ടാവരുത്, അതുകൊണ്ട് നമുക്ക് കയറി കിടന്നുറങ്ങാം. മഡ് ഹൗസ് ഉണ്ട്, പിന്നെ ടെൻറ്റുണ്ട്. ടെൻറ്റ് ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ടെൻറ്റ് തന്നെ ചൂസ് ചെയ്തു. ഞാൻ സിംഷായും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോ കെട്ടുകഥകൾ പറഞ്ഞിരിക്കുക, യാഥാർത്ഥ്യമാവും എന്തോ. എനിക്ക് പേടി എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോകാത്തതുകൊണ്ട് പേടിയാവുന്നു. സിംഷ പേടിച്ചോടെ ഇങ്ങനെ അനങ്ങാതിരിക്കുക, അനങ്ങിയപ്പോൾ ചലിച്ച സീനായാലും അനങ്ങാതിരിക്കുന്നു. നമ്മളുടെ പറ്റുന്ന കണക്ക് ക്യാമ്പ് ഫയറൊക്കെ നല്ല തണുപ്പുണ്ട്, അതിൻ്റെ പേരിൽ ചൂട് കാറ്റൊക്കെ അടിച്ചിരിക്കുക. നാട്ടിലിപ്പോൾ ഉറങ്ങാതിരിക്കുന്ന രണ്ടേ വ്യക്തികൾ ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങി, എല്ലാം നിശബ്ദത, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ ഒരു ഗ്യാങ് ഉണ്ട് ആ സൈഡിൽ. അവിടെ ഒരു വൻ ഗ്യാങ് ഉണ്ട്, അവർ പോലും കിടന്നുറങ്ങി. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു പേടി. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. മാത്രമല്ല നമ്മൾ പുറത്തു വന്ന് കിടക്കുന്നത്. നമ്മൾ പുറത്തുമാണ് കിടക്കുന്നത്. ഇവിടെ ട്രൈബ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ട്രൈബ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സംഭവം വെച്ചാൽ അവർ കുറച്ച് അഗ്രസീവാണ്. ഇത് ഞാൻ ആട്ടുന്നതല്ല, പേടിച്ചിട്ട് ആടുന്നതാണ്. നമ്മളങ്ങനെ കിടക്കാൻ പോവുക. സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ ഷൂവും ചെരുപ്പൊക്കെ എടുത്തിടണം. തലങ്ങണിയില്ലടാ, ഷൂ അവിടെ വയ്ക്കാം, സോക്സ് ഇട്ട് കിടക്കാം. നമ്മളെ റൂം, ടിൻ്റെ റൂം, അവിടെ ക്യാമ്പ് ഫയർ. യെസ്, സോക്സ് വരുന്നില്ല, സീനാവും. നമുക്ക് രാവിലെ പോകണം. അപ്പോൾ നൈസായിട്ട് കിടന്നു തുടങ്ങാം. രാവിലെ 5:30 എണീക്കണം, ഒറ്റ പോക്ക്. ഇതടയ്ക്കാൻ പോകുന്നത്. പോയെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ടെൻറ്റിൽ താമസിക്കുന്നത്. കിട്ടുക്ക് ടെൻറ്റ്. ഒരെണ്ണം കൊണ്ടൊന്നും ഒന്നും ആവില്ല. രണ്ടാമത്തെ പുറപ്പ് എടുക്കുക. നല്ല തണുപ്പുണ്ട്. കിട്ടുന്നുണ്ട്. സോക്സും കയ്യിൽ ഗ്ലൗസും എല്ലാം ഇടാൻ പോവുക. നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ തുറക്കുന്ന സൗണ്ടും നല്ല കണ്ണും വെച്ചുകൊണ്ട് അത് നോക്കിയണ്ടല്ലോ. ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് തുറന്നിട്ട് നോക്കുന്നു. അപ്പോഴേക്കിങ്ങനെ കിടന്നിട്ട് അപ്പോഴേ തീർന്നിനെ. പിന്നെ ഇങ്ങനെ നോക്കാം, ഞാൻ കാണത്തില്ല. 1, 2 പുതപ്പ്, 4 ഷർട്ട്, ഗ്ലൗസ് എല്ലാം ഉണ്ട്. അടിപൊളിയാ. അപ്പോൾ നമ്മൾ നാളെ എവിടെ പോയാ? നാളെ 5:30 തൊട്ട് അലാറം വയ്ക്കുക. 6 മണിക്ക് എണീക്കണം. 7 മണിക്ക് മുന്നേ ഇവിടുന്ന് പോകണം. നമുക്ക് അവിടെ നമ്മൾ വീട്ടിലൊരു ഉച്ചയ്ക്ക് 2 മണിക്കെങ്കിലും എത്തണം. അങ്ങനെ പോകണം. അപ്പോൾ നാളെ രാവിലെ ആണ് ഇനി. ഓക്കെ. അല്ല, പുറത്തെന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് പോകാം. നമ്മൾ കിടന്നുറങ്ങാൻ പോവുക. ഫോണിൽ കളിച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടുകൊണ്ടൊക്കെ ഇരുന്നു. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. പേടിയില്ലാത്തോണ്ട് പെട്ടെന്ന് നടന്നുറങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ എണീച്ചുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടാറായി തോന്നുന്നു. ഇപ്പോൾ സമയം 8:30. ഇവിടുന്ന് പെട്ടെന്ന് പോകാം. വൈകിട്ട് എത്തണം. 5 മണി മുമ്പ് വീട്ടിൽ എത്തണം. അപ്പോൾ ഇനി തിരിച്ചു പോകണത് വന്ന വഴി തന്നെ. ഇപ്പോൾ കാണാമൊന്നുമില്ല. നേരെ അങ്ങ് പോവുക. ഇനി പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഫാദറിനെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തണം. അതെ. അപ്പോൾ ഇനി അടുത്ത വരവിന് കാണാം.
രാവിലെ കിറിയാണ്ടിരിക്കുക. അടുത്ത വരവ് നീ ഇവിടെ കാണുമോ? അപ്പൊ അത് ഇവിടെ ഓഫീസൊക്കെ ഇട്ടിരിക്കുന്നു. നീ അറിയാം അന്ന് 500 ഇന്ന് 5000. അയ്യേ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം. ഇന്നലെ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആര് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ഒരു പട്ടിയൊക്കെ വന്ന് ചെവിയുടെ ഗീത്തൊന്ന് കൂവിട്ടിട്ട് പോയത്. ഞാൻ നോക്കിയപ്പോ ഒരു ലൈറ്റ് ഒക്കെ അടിക്കുന്നു. പിന്നെ നിലാവെന്ന് മനസ്സിലായത്. അത്ര നേരം ഇരുട്ടായിരുന്നു, പെട്ടെന്ന് ലൈറ്റ്. പൊളിയാ, നിക്കാൻ സമയമില്ല. വാ പോവാം. നമ്മളിപ്പോ എന്തായിരുന്നു ഇതിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പേര്? ദേവികുളം പഞ്ചായത്ത് കയറിയപ്പോഴാണ് നല്ല റോഡ് കിട്ടിയത്. കട്ടാള റോഡൊന്നും കുഴപ്പമില്ല, പക്ഷേ ദേവികുളം പഞ്ചായത്ത് അടിപൊളി റോഡ്. തേയിലത്തോട്ടങ്ങളാണ്. എൻ്റെ നടുക്കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്.